ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എമിഷൻ കൺട്രോളിലെ കാറ്റാലിറ്റിക് കൺവേർട്ടറിനെ പറ്റിയായിരുന്നു അല്ലേ. അതായത് എഞ്ചിനിൽ നിന്നും എക്സോസ്റ്റ് ഗ്യാസ് വഴി പുറത്തോട്ട് വരുന്ന വാതകങ്ങളെ അല്ലെങ്കിൽ മലിനീകരണം ഉണ്ടാക്കുന്ന വാതകങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് നമ്മൾ എമിഷൻ കൺട്രോളിലൂടെ പറയുന്നത്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കാറ്റാലിറ്റിക് കൺവേർട്ടറിനെ പറ്റിയായിരുന്നു അല്ലേ. അതായത് ഹൈഡ്രോ കാർബണെയും കാർബൺ മോണോക്സൈഡിനെയും നൈട്രസ് ഓക്സൈഡിനെയും നിയന്ത്രിച്ച് പുറത്തോട്ട് വരുന്ന വാതകത്തിൽ നിന്നും ഇവയെ ഒഴിവാക്കുന്നതായിരുന്നു കാറ്റാലിറ്റിക് കൺവേർട്ടറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എമിഷൻ കൺട്രോളിലെ മറ്റ് സിസ്റ്റംസിനെ കുറിച്ച് നോക്കാം. എമിഷൻ കൺട്രോൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ദി എമിഷൻസ് ഫ്രം എഞ്ചിൻ. 1. കാറ്റാലിറ്റിക് കൺവേർട്ടർ. 2. എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ. 3. ഇവോപ്പറേഷൻ എമിഷൻ കൺട്രോൾ. 4. ക്രാങ്കേസ് എമിഷൻ കൺട്രോൾ. 5. ഡീസൽ പാർട്ടിക്കുലേറ്റ് ഫിൽറ്റർ. 6. സെലക്റ്റീവ് കാറ്റാലിറ്റിക് റിഡക്ഷൻ. ഇതിൽ ഇന്നലെ നമ്മൾ കാറ്റാലിറ്റിക് കൺവേർട്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-വേ കാറ്റാലിറ്റിക് കൺവേർട്ടറിനെ കുറിച്ചും 3-വേ കാറ്റാലിറ്റിക് കൺവേർട്ടറിനെ കുറിച്ചും എവിടെയാണ് കാറ്റാലിറ്റിക് കൺവേർട്ടർ ഉള്ളതെന്നും ഓക്സിഡൈസേഷൻ എന്താണെന്നും റിഡക്ഷൻ എന്താണെന്നും എന്നെല്ലാം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ മെത്തേഡിനെ കുറിച്ചും ഇവാപ്പറേഷൻ എമിഷൻ കൺട്രോളിനെ കുറിച്ചുമാണ്. ഓക്കെ, എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ EGR. എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ, എക്സോസ്റ്റ് ഗ്യാസിനെ റീസർക്കുലേറ്റ് ചെയ്യുകയാണ് അല്ലേ. അതായത് നമ്മളുടെ എഞ്ചിനിൽ നിന്നും പുറത്തോട്ട് പോകുന്ന എക്സോസ്റ്റ് ഗ്യാസിൽ ഒരു അംശം എടുത്തിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ എവിടേക്ക് തന്നെ കൊടുക്കുന്നു, ഇൻടേക്ക് എന്ന് പറയുന്ന, അതായത് എഞ്ചിനുള്ളിലോട്ട് പോകുന്ന എയറിലോട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ചിത്രത്തിലോട്ട് നോക്കിയാൽ നമുക്കറിയാം, ഒരു എഞ്ചിനാണ് കാണിച്ചിട്ടുള്ളത്. എക്സോസ്റ്റ് വാൽവ് തുറക്കുന്നു, എക്സോസ്റ്റ് ഗ്യാസിനെ നമ്മൾ തള്ളി പുറത്ത് കളയുന്നു. അതിൽ കുറച്ച് ഭാഗം എക്സോസ്റ്റ് ഗ്യാസിനെ എടുത്ത് നേരെ നമ്മൾ എവിടേക്ക് കൊടുക്കുകയാണ്, നേരെ എഞ്ചിൻ ഇൻടേക്ക്, അതായത് എഞ്ചിനിലെ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എക്സോസ്റ്റ് ഗ്യാസിലെ ഒരംശം ഗ്യാസിനെ എടുത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു, എഞ്ചിനിലെ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് കൊടുക്കുന്നു. അവിടെ ഒരു EGR കൂളർ കാണുന്നുണ്ടല്ലേ, നടുഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു EGR കൂളർ കാണുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസിലെ ഹയർ ടെമ്പറേച്ചർ കുറയ്ക്കാൻ, അതായത് വളരെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ടാവുക. അത് കുറച്ചിട്ട് വേണം നമ്മൾ എവിടേക്ക് കൊടുക്കാൻ, ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു EGR കൂളർ കൊടുത്തിട്ടുണ്ടാവും. അവിടെ ഒരു EGR കൺട്രോൾ വാൽവും കൊടുത്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്, എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ഇൻലെറ്റ് മാനിഫോൾഡിലേക്കുള്ള ഒഴുക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു EGR വാൽവും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ EGR സിസ്റ്റത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എക്സോസ്റ്റ് ഗ്യാസിനെ ഒരു അംശം അതായത് നമ്മളെ പുറത്തോട്ട് പോകുന്ന എക്സോസ്റ്റ് ഗ്യാസിൽ കുറച്ച് എക്സോസ്റ്റ് ഗ്യാസ് എടുത്ത് വീണ്ടും നമ്മൾ എന്ത് കൊടുക്കുന്നു, ഈ സിലിണ്ടറിനുള്ളിലേക്ക് കൊടുക്കുന്നു. ഒരു EGR കൂളർ കൊടുത്തിട്ടുണ്ടാവും. എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു EGR കൂളർ കൊടുത്തിട്ടുണ്ടാവും. എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ഫ്ലോയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു EGR കൺട്രോൾ വാൽവും കൊടുത്തിട്ടുണ്ടാവും. എവിടെയാണ് EGR കൺട്രോൾ വാൽവ് ഘടിപ്പിച്ചിട്ടുണ്ടാവുക, എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെയും ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെയും ഇടയിലാവും എന്ത് കൊടുത്തിട്ടുണ്ടാവുക, EGR കൺട്രോൾ വാൽവ് കൊടുത്തിട്ടുണ്ടാവുക. Exhaust gas recirculation EGR. Exhaust gas recirculation system is used to reduce NOx emissions from engine. നൈട്രസ് ഓക്സൈഡ് മൂലമുണ്ടാകുന്ന മലിനീകരണം കുറയ്ക്കാനാണ് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെഡ്യൂസ് NOx എമിഷൻ, നൈട്രസ് ഓക്സൈഡ് മൂലമുണ്ടാകുന്ന മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ EGR സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, ഇൻ EGR സിസ്റ്റം സ്മാൾ എമൗണ്ട് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് ഇസ് റീസർക്കുലേറ്റ് ഇൻ ടു എഞ്ചിൻ കോമ്പസ്റ്റൻ ചേംബർ, ദസ് റെഡ്യൂസസ് NOx എമിഷൻ. EGR സിസ്റ്റത്തിൽ ചെറിയ എമൗണ്ട് എക്സോസ്റ്റ് ഗ്യാസ് എന്ത് ചെയ്യുന്നു, എഞ്ചിനിലോട്ട് വീണ്ടും റീസർക്കുലേറ്റ് ചെയ്യുന്നു, അതായത് എഞ്ചിനിലോട്ട് വീണ്ടും കൊടുക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, അതുമൂലം NOxൻ്റെ എമിഷൻ, അതായത് നൈട്രസ് ഓക്സൈഡ് മൂലമുണ്ടാകുന്ന മലിനീകരണം വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നു. An EGR valve is provided between exhaust manifold and inlet manifold to control the flow. ഒരു EGR വാൽവ് കൊടുത്തിട്ടുണ്ടാവും. എവിടെയാണ് കൊടുത്തിട്ടുണ്ടാവുക, എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെയും ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെയും ഇടയിൽ കൊടുത്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു EGR വാൽവ് കൊടുത്തിട്ടുണ്ടാവും. എവിടെയാണ്, ബിറ്റ്വീൻ എക്സോസ്റ്റ് മാനിഫോൾഡ് ആൻഡ് ഇൻലെറ്റ് മാനിഫോൾഡ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എന്തിനാണ് EGR സിസ്റ്റം ഉപയോഗിക്കുന്നത്. EGR സിസ്റ്റം ഇസ് യൂസ്ഡ് ടു റെഡ്യൂസ് നൈട്രസ് ഓക്സൈഡ് എമിഷൻ. അത് അങ്ങനെ പഠിച്ചു വയ്ക്കുക, കാരണം ഒരുപാട് വട്ടം പരീക്ഷയ്ക്കെല്ലാം ചോദിച്ച് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. EGR സിസ്റ്റം ഇസ് യൂസ്ഡ് ടു റെഡ്യൂസ്, എന്തിനു വേണ്ടിയിട്ടാണ് EGR സിസ്റ്റം ഇസ് യൂസ്ഡ് ടു റെഡ്യൂസ് നൈട്രസ് ഓക്സൈഡ് എമിഷൻ. എന്താണ്, നൈട്രസ് ഓക്സൈഡ് എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് EGR സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഓക്കെ, EGR വാൽവ് എവിടെയാണ് കൊടുത്തിട്ടുള്ളത്, എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെയും ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെയും ഇടയിലാണ് എന്ത് കൊടുത്തിട്ടുണ്ടാവുക, EGR വാൽവ് കൊടുത്തിട്ടുണ്ടാവുക. ഇവോപ്പറേഷൻ എമിഷൻ കൺട്രോൾ. ഇവോപ്പറേഷൻ എമിഷൻ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഫ്യുവൽ ടാങ്കിൽ നിന്നും ബാഷ്പീകരണം മൂലം നഷ്ടപ്പെടുന്ന ഫ്യുവലിനെ
അന്തരീക്ഷത്തിൽ എത്താതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഇവോപ്പറേഷൻ എമിഷൻ കൺട്രോൾ. അതായത് നമ്മളുടെ ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു കാറോ നമ്മൾ നല്ല വെയിലത്ത് നിർത്തിയിട്ട് കഴിഞ്ഞാൽ, നല്ല വെയിലുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫ്യൂവൽ ടാങ്കിൽ നിന്നെല്ലാം ഈ ഫ്യൂവല് നമ്മൾ ബാഷ്പീകരണം മൂലം അന്തരീക്ഷത്തിലോട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അവയെ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇവാപ്പറേഷൻ എമിഷൻ കൺട്രോൾ. ഓക്കെ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഫ്യൂവൽ ടാങ്കാണ്. ഫ്യൂവൽ ടാങ്കിൽ നിന്നൊരു വെന്റ് ലൈൻ, അതായത് ഈ നമ്മളുടെ ബാഷ്പീകരണം മൂലം നഷ്ടപ്പെടുന്ന ഫ്യൂവലിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു വെന്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ വെന്റ് ലൈൻ, ആ പൈപ്പ് നേരെ പോയിട്ടുള്ളത് എവിടേക്കാണ്? ഒരു വേപ്പർ കാനിസ്റ്ററിലോട്ടാണ്. വേപ്പർ കാനിസ്റ്റർ എന്താണ്? വേപ്പർ കാനിസ്റ്റർ നമ്മളുടെ കാർബൺ, അതായത് കരിയുടെ കട്ടകൾ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു പാത്രം, ഒരു ബൗൾ പോലെയുള്ള, അതൊരു ചെറിയൊരു പാത്രം പോലെയുള്ള ഒരു ഭാഗമായിരിക്കും വേപ്പർ കാനിസ്റ്റർ. ഈ വേപ്പർ കാനിസ്റ്ററിലോട്ട് ഈ നമ്മളുടെ ഇവാപ്പറേഷൻ മൂലം നഷ്ടപ്പെടുന്ന ഫ്യൂവൽ എത്തിക്കഴിഞ്ഞാൽ ഈ വേപ്പർ കാനിസ്റ്ററിൽ ഈ ഫ്യൂവലിനെ സംഭരിച്ചു വെക്കുകയും, ഓക്കെ, ഈ ഫ്യൂവലിനെ വേപ്പർ കാനിസ്റ്റർ സംഭരിച്ചു വെക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളുടെ എഞ്ചിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നിർത്തിയിട്ട് എഞ്ചിനിലാണല്ലോ ബാഷ്പീകരണം മൂലം ഫ്യൂവൽ നഷ്ടപ്പെടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പർജ് കൺട്രോൾ വാൽവ് എന്ന് പറയുന്ന ഒരു വാൽവ് ഓപ്പറേറ്റ് ആവുകയും പർജ് ലൈൻ വഴി ഈ വേപ്പറൈസ് ആയിട്ടുള്ള ഫ്യൂവൽ എവിടേക്ക് പോകുന്നു? എഞ്ചിനിലോട്ട് പോകുന്നു. അപ്പോൾ സിമ്പിളായിട്ട് പറയുന്നത് എന്താണ്? ഫ്യൂവൽ ടാങ്കിൽ നിന്നും ബാഷ്പീകരിച്ച് പോകുന്ന ഫ്യൂവൽ നമ്മളൊരു വേപ്പർ കാനിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ശേഷം നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പർജ് കൺട്രോൾ വാൽവ് വഴി എവിടേക്ക് പോകുന്നു? എഞ്ചിനിലോട്ട് ഈ വേപ്പറേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ബാഷ്പീകരിച്ചിട്ടുള്ള ഫ്യൂവൽ എവിടേക്ക് പോകുന്നു? എഞ്ചിനിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് ഉപയോഗങ്ങൾ ഈ ഇവാപ്പറേഷൻ എമിഷൻ കൺട്രോൾ കൊണ്ട് നടക്കുന്നുണ്ട്. ഒന്ന് എന്താണ്? ബാഷ്പീകരിച്ച് പോകുന്ന ഫ്യൂവൽ മൂലമുള്ള മലിനീകരണം കുറയ്ക്കുക. രണ്ടെന്താണ്? ബാഷ്പീകരിച്ച് പോകുന്ന ഫ്യൂവൽ മൂലമുള്ള നഷ്ടം. നമുക്ക് എന്ത് ചെയ്യുന്നു? ബാഷ്പീകരിച്ച് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ എഞ്ചിനിലെ ഫ്യൂവൽ നഷ്ടപ്പെടുന്നുണ്ട്. ആ ഫ്യൂവൽ നഷ്ടപ്പെടുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്തിനാണ് പർജ് വാൽവ് ഉപയോഗിക്കുന്നത്? പർജ് വാൽവ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? വേപ്പർ കാനിസ്റ്റർ, അതായത് കാനിസ്റ്റർ എന്ന് പറയുന്ന പാത്രത്തിലോട്ട് വേപ്പറായിട്ടുള്ള ഫ്യൂവൽ എത്തിക്കഴിഞ്ഞാൽ ഈ കാനിസ്റ്ററിൽ നിന്ന് തിരിച്ച് എഞ്ചിനിലോട്ട് ഫ്യൂവലിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തിട്ടുണ്ടാവുക? പർജ് വാൽവ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇവോപ്പറേഷൻ എമിഷൻ കൺട്രോൾ. ദി ഇവോപ്പറേഷൻ എമിഷൻ കൺട്രോൾ, EVAP, ഇവോപ്പറേഷൻ എമിഷൻ കൺട്രോളിൻ്റെ ഷോർട്ട് ഫോമാണ് EVAP. ദി ഇവോപ്പറേഷൻ എമിഷൻ കൺട്രോൾ സിസ്റ്റം ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ഫ്യൂവൽ വേപ്പേഴ്സ് ഗോയിങ് ടു അറ്റ്മോസ്ഫിയർ. അതായത് ഞാൻ പറഞ്ഞു, ഫ്യൂവൽ ടാങ്കിൽ ഫ്യൂവൽ ചൂടാകും, അല്ലെങ്കിൽ വെയിലത്ത് വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂവൽ വേപ്പറൈസ് ആവാൻ, അതായത് ആവിയായിട്ട് നമ്മളുടെ അന്തരീക്ഷത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇവാപ്പറേഷൻ എമിഷൻ കൺട്രോൾ ഉപയോഗിക്കുന്നത്. വെൻ ദി എൻജിൻ ഈസ് അറ്റ് റെസ്റ്റ്, ദി ഫ്യൂവൽ വേപ്പേഴ്സ് ഫ്രം ദി ഫ്യൂവൽ ടാങ്ക് സ്റ്റോർസ് ഇൻ എ ചാർക്കോൾ കാനിസ്റ്റർ. അതായത് എൻജിൻ ഓടാതെ കിടക്കുന്ന സമയത്ത്, എൻജിൻ നമ്മൾ ഓഫാക്കി ഇട്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ ഫ്യൂവൽ വേപ്പേഴ്സ് നമ്മളുടെ ചാർക്കോൾ കാനിസ്റ്ററിൽ സംഭരിക്കപ്പെടുന്നു. ആസ് ദി എൻജിൻ സ്റ്റാർട്ട്സ്, എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ദി പർജ് കൺട്രോൾ വാൽവ് അലോസ് ദി വേപ്പർ ടു റീച്ച് ദി എൻജിൻ. അതായത് എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഒരു പർജ് കൺട്രോൾ വാൽവ് എന്ത് ചെയ്യുന്നു? എൻജിനിലേക്ക് ഈ വേപ്പർ എത്താൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇവാപ്പറേഷൻ എമിഷൻ കൺട്രോൾ എന്നാണ് ചോദിക്കുക. ഇവാപ്പറേഷൻ എമിഷൻ കൺട്രോൾ എന്തിനാണ്? എൻജിനിലെ ഫ്യൂവൽ ടാങ്കിൽ നിന്ന്, അല്ലെങ്കിൽ വാഹനത്തിലെ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ബാഷ്പീകരണം മൂലം നഷ്ടപ്പെടുന്ന ഫ്യൂവലിൻ്റെ അളവ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ ബാഷ്പീകരണം മൂലം നഷ്ടപ്പെടുന്ന ഫ്യൂവൽ മൂലമുണ്ടാകുന്ന മലിനീകരണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇവോപ്പറേഷൻ എമിഷൻ കൺട്രോൾ. ഓക്കെ, എന്തിനാണ് പർജ് കൺട്രോൾ വാൽവ് ഉപയോഗിക്കുന്നത്? നമ്മുടെ കാനിസ്റ്ററിൽ സംഭരിച്ചു വെച്ചിട്ടുള്ള ഫ്യൂവൽ വേപ്പർ, അതായത് കാനിസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫ്യൂവലിനെ ബാഷ്പീകരിച്ച് പോകുന്ന ഫ്യൂവൽ ഈ കാനിസ്റ്ററിൽ സംഭരിക്കുന്നു. ഈ കാനിസ്റ്ററിൽ നിന്ന് ഫ്യൂവലിനെ നമ്മൾ എവിടേക്ക് കൊടുക്കണം? എഞ്ചിനിലോട്ട് കൊടുക്കണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാൽവാണ് പർജ് കൺട്രോൾ വാൽവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് രണ്ട് മെത്തേഡ്സ് ആയിരുന്നു. എമിഷൻ കൺട്രോൾ ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് ആയിരുന്നു. ഒന്ന് EGR, എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം. നൈട്രസ് ഓക്സൈഡിൻ്റെ എമിഷൻ, മലിനീകരണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മളുടെ EGR സിസ്റ്റം. അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നൈട്രസ് ഓക്സൈഡ് മൂലമുണ്ടാകുന്ന മലിനീകരണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് EGR സിസ്റ്റം. ഇവാപ്പറേഷൻ എമിഷൻ കൺട്രോൾ EVAP എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിക്കുന്നത് ബാഷ്പീകരണം മൂലമുണ്ടാകുന്ന മലിനീകരണം, ഫ്യൂവൽ ബാഷ്പീകരണം മൂലമുണ്ടാകുന്ന മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവാപ്പറേഷൻ എമിഷൻ കൺട്രോൾ ഉപയോഗിക്കുന്നത്. ഓക്കെ.